ഹേ ഗായ്സ്, വെൽക്കം ബാക്ക്. സോ ഗൈസ്, നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കളിക്കാൻ പോകുന്ന ഗെയിം എന്ന് വെച്ചാൽ മൈൻക്രാഫ്റ്റ് ആണ് ഗൈസ്. സോ നമ്മളിന്ന് വന്നേക്കുന്നത് വെച്ചാൽ നമ്മളെ സുധീൻ്റെ ഗെയിം ലൈഫ് എന്ന് പറഞ്ഞ സീരീസിലെ വേൾഡിലോട്ടാണ്. നമ്മൾ ബെഡ് റോക്ക് എഡിഷനിലാണ് വന്നിട്ടുള്ളത്. സോ നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും. നമ്മളിപ്പോൾ ഇത് നമ്മളെ വേൾഡ് എക്സ്പ്ലോറേഷൻ്റെ 3ാമത്തെ എപ്പിസോഡാണ്. സോ അതേ ഇവിടെ ബാക്കിൽ ഇത് മീനുക്കുട്ടി കാര്യങ്ങളൊക്കെ ഇരിക്കുന്നുണ്ട്. നിങ്ങൾക്ക് കാണാൻ കഴിയും. മീനുക്കുട്ടി ഇത് അവിടെ ഇരിക്കുന്നുണ്ട്. ഓക്കെ, സീനായിട്ട് എന്തായാലും ഇതിൽ അയൺ ആർമറാണല്ലോ അല്ലേ? അത് അവസാനം എന്തോ ചത്ത് ഉണ്ടായിരുന്നല്ലോ അല്ലേ? കുറേ പ്രാവശ്യം ചത്തുണ്ട് സുധീതിൽ. ഓക്കെ, നമുക്ക് ആർമർ നമുക്ക് എടുത്തേക്കാം എന്തായാലും. ഓക്കെ, ഡയമണ്ടിൻ്റെ ഹെൽമെറ്റും ബൂട്ടും ഉണ്ട്. അത് മറ്റേ ഇവിടുന്ന് കിട്ടിയാവുന്നുണ്ട് എൻ്റെ സിറ്റിയിൽ നിന്ന്. സോ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ എടുത്തേക്കാം. എലൈറ്റർ കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് നമ്മൾ. സോ ഫസ്റ്റ് തന്നെ നമുക്ക് നോക്കുമ്പോൾ ഇവിടെ ബെഡ്റൂം കാര്യങ്ങൾ കാണാൻ കഴിയും. 12 മണി ആയില്ലേ? ഓക്കെ, പിന്നെ ഇവിടെ ഇതെന്താ? ഇത് മറ്റേ ഓട്ടോ ഫാം, മറ്റേ ബോൺമീലിട്ട് എടുത്തിട്ട് ഫാം ആവണ. പിന്നെ ഇത് മുകളിലോട്ട് പോകാം, അത് നമുക്ക് പിന്നെ നോക്കാം. ഇവിടെ ഒരു ഫർണസ് ഏരിയ ഉണ്ട്, നമ്മളെ കുക്കിംഗ് ഏരിയ, അതവിടെ കട്ടെ. പിന്നെ ഈ വൈനിൻ്റെ മുകളിൽ കയറാൻ പറ്റും. ഓക്കെ പറ്റും. പിന്നെ ഇവിടെ ഇത് ബ്രൂയിങ് ഏരിയ അല്ലേ? ഓക്കെ, ബ്രൂയിങ്ങിൻ്റെ സാധനങ്ങളൊക്കെ ഇട്ടുണ്ടല്ലോ. ഇതിൽ ഒന്നും ഇല്ലല്ലേ? ഓക്കെ, കുഴപ്പമില്ല. വേറെ ഇവിടെ എന്താ? എനിക്ക് ഓർമ്മയില്ല. ഇതെന്താ നിങ്ങൾക്ക് അറിയുന്നത് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. സോ ഇതിൻ്റെ എല്ലാ വീഡിയോസും കാണുന്ന ആൾക്കാർക്ക് അറിയേണ്ടായിരിക്കും. ഇവിടെ എന്തോ സ്കെൽറ്റൺ ഫാമും ഉണ്ട്. പിന്നെ ഡയമണ്ട് മൈനിങ്ങിൻ്റെ ഏരിയ. നമുക്ക് ഒന്ന് പോയേക്കാം. ലൈറ്റ് വെച്ച് പോകാൻ പറ്റുമെന്ന് നോക്കട്ടെ. വേണ്ട, നമുക്ക് നേരെ തന്നെ പോവാം. ഈ സൈഡിലോട്ട് എവിടെയാവും ഇപ്പോഴും വർക്കിംഗ് ആണോ എനിക്കറിയില്ല. നമുക്ക് നോക്കി നോക്കാം കുറച്ച് നേരം അവിടെ നിന്നിട്ട്. പിന്നെ ഗൈസ്, നിങ്ങൾ ഈ നേരത്തെ ജസ്റ്റ് ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് കാര്യങ്ങളൊന്നും ചെയ്യാൻ നോക്കുക. ഇവിടെ ഒന്നും കാണില്ലല്ലോ. വരാൻ നോക്കാം. വാടാ വന്ന് വരുന്നുണ്ട് കേട്ടോ. വർക്കിംഗ് ആണ് അപ്പോൾ ഇപ്പോഴും. ഓക്കെ, എന്തായാലും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് വർക്കിംഗ് ആണ്. സുധീനാക്കിയല്ലേ, അപ്പോൾ വർക്കിംഗ് ഇല്ലാതെക്കില്ല. പിന്നെ നമ്മൾ പുതുതായിട്ട് ഹാർഡ് കോർ സീരീസ് തുടങ്ങുന്നുണ്ട്. നമ്മൾ എഡിറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. സോ നമ്മൾ ഹാർഡ് കോർ സീരീസ് നമ്മൾ ഒരു എപ്പിസോഡുള്ള റെക്കോർഡൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. സോ നിങ്ങൾ വെയിറ്റിംഗ് ആയിരിക്കും. വീഡിയോസ് കുറച്ച് ഡിലേ ആവുന്നുണ്ട് എനിക്കറിയാം. ഞാൻ എന്തായാലും നേരത്തെ എല്ലാം നോക്കാം. ഓക്കെ, മാക്സിമം നോക്കുന്നുണ്ട്. സോ നമുക്ക് പിന്നെ ഇവിടെ മീനുക്കുട്ടി ഉണ്ട്. ഇവിടെ വെച്ചിട്ട് ആണ് മീനുക്കുട്ടി ഫസ്റ്റ് ഡെഡായെന്ന് നിങ്ങൾക്ക് അറിയണ്ടായിരിക്കും. കണ്ടവർക്ക് അറിയണ്ടായിരിക്കും. മീനുക്കുട്ടി ഒരു പ്രാവശ്യം ഡെഡായിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഓക്കെ, ഇവിടെ എന്താ? ഇവിടെ ട്രീ ഫാം. ഇത് അവിടെ എഴുതിയുണ്ട് അല്ലേ? ഓക്കെ, അവിടെ എഴുതിയുണ്ട് ബീറ്റ് ഫാം. ഇവിടെ എന്താ? ഫിഷ് ഫാം. ഇത് വർക്കിംഗ്. ഇതെങ്ങനെയാ എനിക്കറിയില്ല. ഇത് ഫിഷിംഗ് റോഡ് അതിലുണ്ടാവും. നമുക്ക് എടുത്ത് നോക്കാം. അതെങ്ങനെ വർക്കിംഗ് എനിക്കറിയില്ല. അതുവരെ ഫിഷ് ഈ ഫാമൊന്നും ഉണ്ടാക്കിയില്ല. ഇതിങ്ങനെ ഓട്ടോമാറ്റിക് ആവും. എനിക്കറിയില്ല, അതുവരെ ഉണ്ടാക്കില്ല. പിന്നെ നമ്മൾ മറ്റേ ഹാപ്പി കാസ്റ്റിൻ്റെ അപ്ഡേറ്റ് ഒക്കെ വന്നിട്ടുണ്ട്. ജാവയിൽ വന്നിട്ടുണ്ട്, ബെഡ്റോക്കിൽ വന്നിട്ടുണ്ട്. ഞാൻ പിന്നെ ട്രൈ ചെയ്തിട്ടില്ല. നമുക്ക് മെയിൻ അപ്ഡേറ്റ് വരുമ്പോൾ നമുക്ക് നോക്കിയാൽ മതി. അതായത് നല്ലത്. എന്തെങ്കിലും ചെയ്യാം നമുക്ക്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ ചെയ്യാവുന്നതാണ്. എല്ലാവരും ചെയ്തിട്ടുണ്ടായി, അതുകൊണ്ട് ഞാൻ പിന്നെ ചെയ്യുന്നില്ല. ഓക്കെ, സോ ഇത് ഞാൻ ഫിഷിംഗ് റോഡ് വെച്ച് അധികം ഇതുവരെ ഉപയോഗിച്ചിട്ടില്ല അങ്ങനെ. പിന്നെ ഹാർഡ് കോർ സീരീസിനെ കുറിച്ച് പറയാനാണെങ്കിൽ പ്രത്യേകിച്ചൊന്നുമില്ല. ഹാർഡ് കോർ സീരീസൊക്കെ വലിയ പണിയൊന്നുമില്ല. ജസ്റ്റ് ഒരു ഉണ്ടെങ്കിൽ നമുക്ക് രക്ഷപ്പെടാവുന്ന കാര്യം തന്നെ ഉള്ളൂ എനിക്ക് തോന്നുന്നത്. ഞാൻ കളിച്ചതിൻ്റെ ഒരു എപ്പിസോഡ് റെക്കോർഡ് ചെയ്തതിൻ്റെ ഇതിൽ അനുസരിച്ച് പറയാനൊക്കെ. ഇത് ഷുഗർ കെയിനൊക്കെ നല്ല വർക്കാവുണ്ട്. പിന്നെ ഷീപ്പ് ഫാം. ഓക്കെ, കുറേ ഷീപ്പ് ഉണ്ടല്ലോ. ഇവിടെ കൗ ഫാം. പിന്നെ വൈൻ ഫാമുണ്ട്. വൈൻസ്. പിന്നെ ഇത് വർക്കിംഗ് ആണോ എനിക്കറിയില്ല. വർക്കിംഗ് ആവേണ്ടതാണ്. പിന്നെ ഇവിടെ ക്യാരറ്റ് ഫാം കാര്യങ്ങളുണ്ട്. ക്യാരറ്റ് കാര്യങ്ങളൊക്കെ വർക്കിംഗ് ആവേണ്ടതാണ്. അതേ കണ്ട വർക്കിംഗ് 1 ഹീറ്റ് ഷോട്ടിൽ തന്നെ തീരുന്നുണ്ട്. ഞാൻ ചെറുതായിട്ട് ഡിലേ ആവുന്നുണ്ട് വീഡിയോസൊക്കെ ഇടാൻ വേണ്ടിയിട്ട്. അത് കാരണം എന്താ വെച്ചാൽ വെക്കേഷന് കാര്യങ്ങളൊക്കെ അതിനെക്കൊണ്ട് മനസ്സിലാക്കാൻ കഴിയില്ല. ഓക്കെ, സോ നമ്മൾ മാക്സിമം നോക്കുന്നുണ്ട്. നമുക്ക് മുകളിലോട്ട് കയറി വെക്കാം. തല ഇറങ്ങില്ലേ? എല്ലാം വേണ്ട അവിടേക്ക്. ഇത് ഇവിടെ എൻജോയ്മെൻറ്റ് ടേബിൾ ഉണ്ടല്ലോ, അതും കൂടി നിങ്ങൾ കണ്ടേക്ക്. ഇനി നെതറിൽ എന്തായാലും പോകണമെന്നില്ല. ഇവിടെ ഒരു ആക്സൽ ഹോട്ടൽ ഉണ്ടെന്നല്ലോ. അയ്യോ, ഫ്രോസ്റ്റ് വാക്കർ ഉണ്ടോ അതിൽ? ഫ്രോസ്റ്റ് വാക്കർ ഉണ്ടല്ലേ? ഇവിടെ എവിടെയോ ഉണ്ടായിരുന്നല്ലോ.
മറ്റേത് എന്തേന്ന് മറ്റേ ആക്സലോട്ടിൽ ബ്ലൂ അല്ല അയ്യോ ബ്ലൂ എന്നൊന്നും പറയാൻ പറ്റില്ല, മഞ്ഞ കളർ എവിടെ ഉണ്ടായിരുന്നല്ലോ. ആ അത് ഇവിടെ ഇട്ടിട്ടില്ലേ. ആ അതെനിക്ക് ഓർമ്മയില്ല, അത് അങ്ങനത്തെ ഒരു എപ്പിസോഡ് ഉണ്ടായിരുന്നു കുറേ പോലെ. പിന്നെ ഇതെന്താ, ഇത് ഫർണസ് ഏരിയ തോന്നുന്നത്. ഇവിടെ കുറേ കോള് കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് സുധീർണ. ഇവിടെ മറ്റേ സാധനമുണ്ട് സ്ലോട്ടിൽ. ഇത് എന്താ വെച്ചാൽ എൻ്റെ ഒരു ടെക്സ്ചർ പാക്ക് ഇട്ടിട്ടുണ്ട് കണക്റ്റർ ഗ്ലാസിൻ്റെ, അതിനെ കൊണ്ടാണ് ആ സാധനം ഇങ്ങനെ നിൽക്കുന്നത്. നീല കളറായിട്ട് കണ്ടാ അതതിനെ കൊണ്ടാണ് കേട്ടോ. പിന്നെ നമുക്ക് ഇനിയിപ്പോൾ മുകളിലോട്ടൊക്കെ ഒന്ന് പോയേക്കാം. ഇവിടെ ഡ്രാഗനൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ പിന്നെ സ്റ്റോറേജ് ആണ് സുധീർണൻ്റെ. നമ്മൾ ഡയമണ്ട് നമ്മൾ മെയിനായിട്ട് വന്ന കാര്യങ്ങളൊക്കെ നമുക്ക് എടുത്തേക്കാം. അവിടെ ഏൻഷ്യൻ്റ് പ്രൈസ് ഉണ്ടല്ലേ, പിന്നെ എന്തുകൊണ്ടൊക്കെ അറിയത്തില്ല. സുധീർണ ഏൻഷ്യൻ്റ് പ്രൈസ് അല്ല ഓക്കെ, നമുക്ക് ഇതെടുത്തേക്കാം. അടിയിലോട്ട് പോവാം. ഇവിടെ ഒന്നും ഇല്ലല്ലേ, അവിടെ ഒന്നുമില്ല. ഇതിലെന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. ഉണ്ടാവില്ല. വില്ലേജറിൻ്റെ സൗണ്ട് ഉണ്ടല്ലോ. നമുക്ക് മുകളിലോട്ട് പോയേക്കാം. എന്തായാലും നമുക്ക് മീനുക്കുട്ടി എൻ്റെ തലയും കൊണ്ടല്ലേ. ഓക്കെ, നമുക്ക് മുകളിലോട്ട് പോവാം. മുകളിലോട്ട് എന്തത് തല ഇറങ്ങല്ലോ. ഫസ്റ്റത്തെ കേവ് നമ്പർ 2. കേവ് നമ്പർ 2 എന്താ ഉള്ളത്? അവിടെ അങ്ങനെ പ്ലെയിനായിട്ട് വെറുതെ ഇങ്ങനെ കേവായിട്ട് ഇന്നല്ലേ. ഓക്കെ, ഇവിടെ പ്രത്യേകിച്ചൊന്നുമില്ല, എനിക്ക് പ്രത്യേകിച്ചൊന്നും കാണുന്നില്ല. നോർമൽ കേവ് തന്നെ. എന്തായാലും ഈ സീരീസ് വലിയ രസമൊന്നും ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ കുഴപ്പമില്ലാത്ത സീരീസ് തന്നെയായിരുന്നു. ഇത് എണ്ണൻ്റെ ലെറ്റ്സ് പ്ലേ സീരീസിനേക്കാളും കൊള്ളുമെന്ന് ചോദിച്ചാൽ കൊള്ളില്ല, നല്ല കുഴപ്പമില്ലാത്ത സീരീസ് ആയിരുന്നു. ഞാൻ കണ്ടിട്ടുണ്ട്, കുറേ എപ്പിസോഡ് ഞാൻ കണ്ടിട്ടുണ്ട്. ചിലതൊക്കെ മിസ്സാക്കിയിട്ട് തോന്നുന്നുണ്ട്, ഓർമ്മയില്ല. ഇതെന്താ ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നോ? എനിക്കറിയില്ല കേട്ടോ, ഇത് സത്യമായിട്ട് എനിക്കറിയില്ല, ഞാൻ അത് കണ്ടിട്ടില്ല. ഈ സംഭവം ഞാൻ ഇതുവരെ കണ്ടില്ല. നെതർ വെച്ചിട്ട് ഉണ്ടാക്കി ഞാൻ കണ്ടില്ല കേട്ടോ. നെതർ ഞാൻ 3 കേവ് ഉണ്ടെന്ന് അറിയാം, പക്ഷെ നെതർ വെച്ചിട്ട് ഉണ്ടാക്കിയൊന്നും എനിക്കറിയില്ല. ഇവിടെ രാവിലെ വേണ്ട മീനുകുട്ടിയുടെ ചത്താലേ പണി. പിന്നെ ഇവിടെ എന്താ, പിന്നെ ഒന്നുമില്ലല്ലേ. ഓക്കെ, മുകളിലോട്ട് കേവ് 3 ഈ മുകളിലോട്ടാണ്. ഓക്കെ, മുകളിലോട്ട് കേവ് 4. ഓക്കെ, കഴിഞ്ഞ് ലാസ്റ്റ് ഇത് ഇവിടുന്ന് മുകളിലോട്ട് നോക്കിയാൽ കാണാൻ പറ്റും. അതാണ് കേവ് 3. ഇനി നമുക്ക് അടിയിലോട്ട് പോവാം. എന്നിട്ട് നമുക്ക് എന്തെങ്കിലും ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ചിട്ട് അവസാനിപ്പിക്കുകയും ചെയ്യാം. കാരണം അത്ര തന്നെ എത്തുള്ളൂ ഈ ഒരു വേൾഡ് എന്ന് വെച്ചാൽ. വല്ലാണ്ട് ചെയ്തിട്ടൊന്നുമില്ല എന്നൊക്കെ തോന്നുന്നു, വല്ലാണ്ട് ചെയ്തിട്ടില്ല. കാരണം ഇത് കേവ് ലൈഫാണ്. പിന്നെ പുറത്തോട്ട് നമുക്ക് പോകാനും പറ്റില്ല, കാരണം ഭയങ്കര ടോക്സിക് ഗ്യാസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ ഗൈസ്, നമുക്ക് ഇനി എന്തായാലും മുകളിലോട്ട് കാര്യങ്ങളൊക്കെ പോയി നോക്കാം. അവിടുത്തെ എന്താ സംഭവം എന്തായാലും മുകളിലോട്ട് പോയേക്കാം. എന്തായാലും ഇവിടെ ഇനിയിപ്പോൾ എന്താ സംഭവം എനിക്കറിയില്ല. ഇവിടുന്ന് മുകളിലോട്ട് പോകാല്ലേ. അപ്പോൾ എന്തായാലും മുകളിലോട്ട് പോയേക്കാം. ഓക്കെ, മീനുക്കുട്ടി ചത്തു ഇല്ലാൻ വരില്ലേ? എവിടെ എൻ്റെ പുറത്തുണ്ടോ? ഉണ്ട്. ഓക്കെ, നമുക്ക് ഉണ്ട് മുകളിലുണ്ട്. ഇവിടെ പിന്നെ പ്രത്യേകിച്ചൊന്നുമില്ല. വില്ലേജറിനൊക്കെ കൊണ്ടുവന്ന എന്തൊക്കെയോ ഉണ്ട് എന്നുള്ളത്. ഇവിടുന്ന് എവിടേക്കോ പോയാൽ ഏതോ ഒരു വില്ലേജിലൊക്കെ എത്തും, അങ്ങനെ എന്തൊക്കെയോ ഉണ്ട്. പ്രത്യേകിച്ചൊന്നുമില്ല. പിന്നെ ഇത് ബഗ് റോക്ക് എഡിഷൻ ആയതിനെക്കൊണ്ടേ നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. പിന്നെ ഈ മറ്റേ സാധനം ഇതിലാണ് വരുന്നത് കേട്ടാ, വൈബ്രന്റ് ഈശ്വരി. അത് നമ്മൾ ജാവയിൽ കൊണ്ടുവരാത്ത ബെഡ് റോക്കിൽ കൊണ്ടുവരാൻ ഭയങ്കര സങ്കടം തന്നെ എനിക്ക്. ഞാൻ മൊബൈലിൽ കളിക്കുമ്പോഴാണ് എനിക്ക് സന്തോഷം, പക്ഷെ ഇപ്പൊക്ക് ഭയങ്കര സങ്കടം. രണ്ടും ഒരുമിച്ച് തന്നെ ആക്കണത്. പിന്നെ എനിക്ക് ഏൻഷ്യൻ്റ് പ്രീസ് കട്ട് കൊണ്ടുപോകാം, ആരും അറിഞ്ഞില്ല. നിങ്ങൾ ഇനി പറയാനും നിൽക്കണ്ട, സുധീർണനോടും പറയണ്ട. ഈ ഡ്രാഗനൊക്കെ നമുക്ക് കൊണ്ടുപോകാം, അതാണെന്നുണ്ടല്ലേ. പ്രത്യേകിച്ച് വേറെ ഒന്നുമില്ല. ഇവിടെ എന്താ, ഇതെന്തോ സുധീർണൻ്റെ സീക്രറ്റ് സ്ഥലം. ഇതൊക്കെ എന്താ, സ്പൈഡർ സ്പോണർ വെച്ചിട്ട് ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നില്ലേ? ഇതിൽ സ്പാൻ ക്ലിക്കിങ് ആണല്ലേ, അതിൻ്റെ ഒരു ഓർമ്മയില്ല. ഒരു സ്പൈഡർ സ്പോണുള്ളൂ. ഓക്കെ, കുഴപ്പമില്ല. എന്തായാലും കുഴപ്പമില്ല. ഈ അയണ് വേണ്ട, ഒക്കെ അടിച്ച് മാറ്റണ്ട. ചീപ്പ് കള്ളന്മാരാവില്ല. സ്പൂണാവത്ത് സ്പൂണായി അടിക്കി ചത്ത്. ഓക്കെ, കുഴപ്പമൊന്നുമില്ല. രസമുണ്ട് സംഗതി, സംഭവം രസമുണ്ട്. ഇങ്ങനെയാന്ന് ഇതൊന്നും ഞാൻ കണ്ടിട്ടില്ല കേട്ടോ ഈ എപ്പിസോഡൊന്നും. സോ ഇന്നത്തെ വീഡിയോ ഗൈസ് നമ്മളിത് ഇവിടെ വെച്ചിട്ട് അവസാനിപ്പിക്കാൻ പോകണം ഗൈസ്.
സോ ഗൈസ് നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ചിട്ട് അവസാനിപ്പിക്കാൻ പോകുന്നത് ഗൈസ്. സോ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഗൈസ് നിങ്ങൾ ലൈക്ക് കാര്യങ്ങളൊക്കെ ചെയ്യുക. പിന്നെ കഴിഞ്ഞ വീഡിയോയിൽ ഒരു 500 ഇത്ര വ്യൂസ് ആയിട്ടുള്ളൂ. സോ നിങ്ങൾ മാക്സിമം ഷെയർ കാര്യങ്ങളൊക്കെ ചെയ്യുക. സോ അതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ നിങ്ങൾ ഷെയർ ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് വ്യൂസും കൂടും, പിന്നെ നിങ്ങൾക്കും രസമാവും. പിന്നെ നമ്മൾ ഹാർഡ് കോർ സീരീസ് തുടങ്ങുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ വെയിറ്റിംഗ് ആണെന്ന് എനിക്ക് അറിയില്ല, എന്നാലും ഞാൻ അപ്ലോഡ് കാര്യങ്ങൾ ചെയ്യുന്നത് നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുക. സോ നമ്മളിത് ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ചിട്ട് അവസാനിപ്പിക്കുകയാണ്. അടുത്ത ദിവസം കാണാം.